അമ്മയപ്പന്മാർ ആരാധനയ്ക്ക് പോയപ്പോ മോനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് പോയില്ല. സ്വോത്രം. കാർട്ടൂൺ കളിക്കാൻ വേണ്ടിട്ട് പോയില്ല. TV ഓണാക്കിയിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന് പോയില്ല. നിന്റെ തലമുറ നീ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. നിന്റെ തലമുറ നിന്നെ പിന്തുടരണം. നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. നീ ആരാധിക്കുന്നിടത്ത് നിന്റെ തലമുറ ദൈവത്തെ ആരാധിക്കും. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കുത്തലെ തൂപ്പലെ തുടക്കല് പാതിരാത്രി വരെ ഇതാ പണി. ഞാനിപ്പോ ഒത്തിരി കല്യാണം നടന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ലേ? അത് ഒരു കല്യാണം 80,000 ആളെ ഒരാഴ്ച കൊണ്ട് പ്രസംഗം കേട്ട്. 80,000 അല്ലേ? വേറെടുത്ത് 25,000 അനുഗ്രഹ. കൺവെൻഷൻ പോകുന്നതിനൊക്കെ അത്ര നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ വീട്ടിൽ? പ്രഭാത പ്രാർത്ഥന ഉണ്ടോ? രാത്രി 12-1 മണി വരെ ഇത് കുട്ടി ഇരുന്നിട്ട് രാവിലെ അവിടെ എഴുന്നേക്കുന്നത്. നമ്മുടെ അപ്പന്മാരെ നമുക്ക് അത്താഴം തരത്തില്ലായിരുന്നു, അല്ലയോ ചാ? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നില്ലേ? ആദാമേ നീ എവിടെ ചോദിക്കുമ്പോ ആദാമേ നീ എവിടെ ആയിരിക്കണവനാകും? 12 മണിക്ക് മോൻ എവിടാ? 8 എവിടാ? അല്ലേ നിന്റെ കാനഡ വട്ടപൂജ്യവാ? അല്ലേ നിന്റെ USA വട്ടപൂജ്യവാ? ഒരു കാര്യം ഞാൻ പറയാം, ദാരിദ്ര്യം കൊണ്ട് ഇല്ലായ്മ കൊണ്ട് ആരും ദൈവം പോയിട്ടില്ല. എന്നാൽ സകലത്തിന്റെയും സമൃദ്ധി ഏതുവായി പലരും കൃപയിൽ പോയിട്ടുണ്ട്. വീട്ടിൽ ചെന്നിരിക്കുക, സോഫയിൽ പന്തലേ ഉള്ളൂ. ഇത് പന്തലില്ല, ഇതുപോലെ സ്റ്റേജേ ഉള്ളൂ. അത് ഞാൻ ആ സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. മഴ പെയ്യും തോന്നി. പെട്ടെന്ന് അവിടുത്തെ 4 വയസ്സും കാണും ഒരു കുഞ്ഞ് ഞാനിരിക്കുന്നതിന് അരികിൽ വന്ന് മുട്ടിമേൽ നിന്നു. സോഫായെ കിടന്ന തുണി എടുത്ത് തളയിൽ അവള് ചിടുങ്ങാൻ തുടങ്ങി. യേശു ബച്ച, ഇന്ന് മഴ പെയ്ക്കല്ലേ, നിന്റെ ദാസൻ ഒന്ന് പ്രസംഗിക്കല്ലേ. എന്റെ കണ്ണുകൾ നിറഞ്ഞു. കാർമേഘം മൂടാൻ തുടങ്ങിയപ്പോൾ, മഴ പെയ്യുന്നു കണ്ടപ്പോൾ ഈ കുഞ്ഞിനോട് ആരാണ് പ്രാർത്ഥിക്കണമെന്ന്? പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയണമെന്നാരാ പറഞ്ഞത്? ചിണുങ്ങണമെന്നാരാ? കരയണമെന്നാരാ പറഞ്ഞത്? ഒന്നുകിൽ അവിടെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മമ്മിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രതിസന്ധി വരുമ്പോൾ നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടത് കയറെടുക്കാനല്ല, ബ്ലേഡ് എടുക്കാനല്ല, കിണറ്റിച്ചാടാനല്ല, വിഷം കഴിക്കാനല്ല. ഏത് പ്രതിസന്ധിയിലും മുട്ടിമേൽ നിൽക്കാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കണം.